വരവോടുകൂടി തൊഴിൽ മേഖല നമ്മൾ അറിയുന്ന ഒരു തൊഴിൽ മേഖല കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്നും ഇന്ന് കാണുന്ന ഒന്നും നാളെ കാണില്ല എന്നുള്ളൊരു രീതിയിലൊരു അഭിപ്രായമുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങളുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് എന്താണ്? എന്തായിരിക്കും എയുടെ കീഴിൽ തൊഴിലിൻ്റെ ഭാവി? മാറ്റങ്ങൾ ആണ് എ ഐയിലൂടെ വരുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലാവർക്കും ആ അർത്ഥത്തിൽ അത് ബോധ്യമുണ്ട്. ഈ മാറ്റം എന്ന് പറയുന്ന വാക്കിന് ഒരു സവിശേഷമായ ഒരു പ്രസക്തിയും കൂടെ ഉണ്ട്. ഈ കൊല്ലം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ധാരാളം കേട്ടൊരു വാക്കാണ്. അപ്പോൾ മാറ്റം എന്നുള്ളതിനെ പൊളിറ്റിക്കലായിട്ട് കാണേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. എന്ത് തരത്തിലുള്ള മാറ്റം ആണ് നമുക്ക് വേണ്ടത്, എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഈ എ ഐയിലൂടെ വരുന്നത് എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഇവിടെ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായിട്ട് എ ഐ തൊഴിൽ മേഖലയിലോട്ട് ധാരാളമായി കടന്നു വന്നിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഊബർ പോലുള്ള സംഗതികൾ വന്നിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാരൊക്കെ നേരത്തെ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടർ എന്നൊക്കെ പറയുന്ന ആ ലെവലിലായിരുന്നു. അവർ സ്വന്തമായിട്ട് വാഹനം ഓൺ ചെയ്യുന്നു, അവർ യൂണിയൻ ഇതാകുന്നു, പിന്നെ വ്യവസ്ഥയോടുകൂടി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. ആ വ്യവസ്ഥ സുതാര്യമാണ്, ഇത്ര കിലോമീറ്ററിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ ഊബർ പോലുള്ള സംഗതി വരുന്നു. ഊബറിൽ വരുമ്പോഴത്തേക്കും കൺസ്യൂമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഫെയർസ് കുറഞ്ഞതായിട്ട് ആദ്യം അനുഭവപ്പെട്ടു. ഇപ്പോൾ ആ അനുഭവം ഉണ്ടോ എന്നറിയില്ല. പക്ഷേ കൃത്യമായിട്ട് സംഭവിച്ച ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വേതനം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് വന്നിട്ടുള്ള ഒരു സംഗതി ഈ ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ പോലുള്ള സംഗതി. അപ്പോൾ അതൊക്കെ എന്താണ് ചെയ്യുന്നത്, എന്ത് തരത്തിലുള്ള ചേഞ്ചാണ് അവ കൊണ്ടുവരുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അപ്പം ഉപജീവനത്തിനും മറ്റുമൊക്കെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കടകൾ, ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കടകളിൽ നിന്ന് ബിസിനസ്സിനെ വൻകിട പ്രോഫിറ്റ് ഓറിയൻറ്റഡ് കച്ചവടക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് അവ ചെയ്യുന്നത്. 10 മിനിറ്റിൽ എത്തിക്കുമെന്നാണ് പറയുന്നത്. സാധനം 10 മിനിറ്റ് 9 മിനിറ്റ് എന്നൊക്കെ എടപ്പള്ളിയിലെ കോച്ച് ഓർഡർ ചെയ്യുമ്പോൾ 9 മിനിറ്റിലാണ്, 9 മിനിറ്റ് എന്ന് കാണിക്കുന്നു. 9 മിനിറ്റും പിന്നെ അതിനോടൊപ്പം എന്തൊക്കെയോ ബോണസൊക്കെ ഉണ്ട്. ആ ബോണസൊക്കെ പതുക്കെ നിൽക്കും. പക്ഷേ ഈ തൊഴിൽ മേഖലയിൽ വലിയ തോതിലുള്ള ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഫാത്തിമ പറഞ്ഞ ആ വാചകം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, അത് ഒരുപക്ഷെ മാനിഫെസ്റ്റോയിൽ മാർക്സും എംഗൽസും പറയുന്നൊരു വാക്കുണ്ട് എന്ന് വെച്ചാൽ ഓൾ ദാറ്റ് ഇസ് സോളിഡ് മെൽസ് ഇൻ ടു എയർ എന്നുള്ളത്. എല്ലാ വ്യവസ്ഥകളെയും പൊളിച്ചടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മൂലധനത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൂലധനം നിർമ്മിത ബുദ്ധിയുടെ അവതാരത്തിൽ വരുമ്പോഴും അത് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. വ്യവസ്ഥ എന്നുള്ള നേരത്തെ പറഞ്ഞ കിലോമീറ്റർ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥ എന്നൊക്കെയുള്ള സംഗതിയുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റിമറിക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ട് മാറ്റിമറിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ലാഭകേന്ദ്രീകൃതമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, ചൂഷണത്തിന് വേണ്ടിയിട്ടാണ്, വേതനം കുറയ്ക്കുന്നതിലേക്കാണ്. ഇത്തരം മാറ്റങ്ങളാണ് എ ഐയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള മാറ്റത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്നൊരു മാറ്റം വേണോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും വേണം എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ എന്ത് ദിശയിലേക്കാണ് മാറ്റം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇതേ ദിശയിലോട്ടായിരിക്കരുത് മാറ്റം, നേരെ വിപരീത ദിശയിലോട്ടായിരിക്കണം മാറ്റം. എന്ന് വെച്ചാൽ ഒരു വിമോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിമോചിതമായ ഒരു തൊഴിലാളി എന്നുള്ള നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഒരു സോഷ്യലിസ്റ്റ് രീതിയിലേക്ക് നമുക്ക് തൊഴിൽ മേഖലയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. സഹകരണ മേഖലയെ ഒരുപക്ഷെ ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ചെറുകിട ഉപജീവനാധിഷ്ഠിതമായിട്ടുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ, അത്തരം മേഖലകളെ ശക്തിപ്പെടുത്താനായിട്ട് എങ്ങനെ എ ഐ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ ഞാനത് ഈ ചോദ്യത്തിന് പൂർണ്ണമായിട്ടൊരു ഉത്തരം ആവില്ലെങ്കിൽ തന്നെയും ഈ മാറ്റം എന്ന് പറയുന്നതിനെ വളരെ പൊളിറ്റിക്കലായിട്ട് കണ്ട് എന്ത് തരത്തിലുള്ള മാറ്റമാണ് നമുക്ക് എ ഐയിലൂടെ സാധ്യമാക്കേണ്ടത്, പക്ഷേ അതേസമയം വിപരീത ദിശയിലോട്ടുള്ളൊരു മാറ്റമാണ് എ ഐ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാറ്റം വേണം തീർച്ചയായിട്ടും. ഇന്ന് സാങ്കേതിക ഭീമന്മാരുടെ അധീനതയിലും മറ്റുമൊക്കെ എ ഐ കൊണ്ടുവരുന്ന മാറ്റമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് മറ്റൊരു മാറ്റമാണ് വേണ്ടത്. ആ മാറ്റത്തിന് എ ഐ സഹായിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. കൃത്യമായി ദീപക് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഒരു പൊളിച്ചടുക്കൽ നടക്കുന്നുണ്ട്. ഈ പൊളിച്ചടുക്കൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് ഫ്രോണ്ടിയർ ടെക്നോളജീസും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസ്റപ്ഷൻ, അതിൻ്റെ വേഗത വളരെ കൂടുതലാണ്. ഇതൊരു ഞെട്ടിക്കുന്ന പുതിയ വർത്തമാനമൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുമുണ്ട്. എ ഐ തൊഴിലിനെ നന്നായി ബാധിക്കുന്നുണ്ട്, അതിലൊരു സംശയമില്ല. ഇത് ബാധിക്കുമെന്നുള്ള കാര്യവും നമുക്ക് അറിയാമായിരുന്നു. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു റിപ്പോർട്ട് ആദ്യമായിട്ട് വരുന്നത്. ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിപ്പോർട്ടാണ്. അതൊരു റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ 2018 വന്നു, 20 വന്നു, 23 വന്നു, 25 വന്നു, ഇനിയിപ്പോൾ 27 ചിലപ്പോൾ വന്നേക്കാം. അതിൽ ആ 2018 മുതൽ തന്നെ കൃത്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഫ്രോണ്ടിയർ ടെക്നോളജീസ്, എ ഐയുടെ നേതൃത്വത്തിലുള്ള നവസാങ്കേതിക വിദ്യകൾ തൊഴിൽ മേഖലയെ വല്ലാണ്ട് ബാധിക്കുമെന്നും നിലനിൽക്കുന്ന തൊഴിലുകളുടെ ഒരു വലിയ ശതമാനം, അന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നത് ഒരു 70% ഓഫ് ദ ജോബ്സ് എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നമ്പരൊന്നും പറയുന്നില്ല.
കൃത്യമായി ഓരോ വർഷവും അവരുടെ പ്രഡിക്ഷൻസ് ചില ഫാക്ടേഴ്സ് അനുസരിച്ച് മാറുന്നുണ്ട്. ഇത് മാറുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് തൊട്ട് തുടങ്ങി. ഇത് ഏതെങ്കിലും ഒരു WEF എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ഒരു സംവിധാനമാകണം എന്നില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനോ ബിഗ് ഫോഴ്സോ അല്ലെങ്കിൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നീതി ആയോഗോ അല്ലെങ്കിൽ AI വാച്ച് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരെല്ലാം കൃത്യമായി സിമിലർ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അറിയാം, ആ 2018 മുതൽ 2026 വരെയുള്ള 8 വർഷക്കാലം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ഓൾമോസ്റ്റ് എല്ലാ ജോലികളെയും AI അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് 2 രീതിയിലുള്ള ഒരു ഇടപെടലാണ് അവിടെ നടത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, തൊഴിലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിൽ ഇല്ലാതാക്കൽ എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. രണ്ടാമത്തത് തൊഴിലിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്, തൊഴിലിൻ്റെ പരിവർത്തനം. തൊഴിലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാണ്ടാവും എന്നുള്ള സംഭവമാകുമ്പോൾ പരിവർത്തനത്തിൽ ഒരു ജോലിക്കകത്തുള്ള ടാസ്കുകൾ, അതിൻ്റെ ഉള്ളിലുള്ള കുറേയധികം കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ആദ്യകാലത്തെ പ്രഡിക്ഷൻസ് പറഞ്ഞിരുന്നത് ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇലോൺ മസ്കൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2030 ആകുമ്പോൾ ഡോക്ടർമാരുണ്ടാവില്ല, മനുഷ്യന്മാർ ജോലി ചെയ്യില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പല പ്രഡിക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവേ ഉള്ള ഒരു കൺസെൻസസ് എന്ന് പറയുന്നത് ജോലി എന്ന ഒരു ആസ് എ ഹോൾ ഒരു എൻറ്റിറ്റി ഒരു സംഭവം മാറുകയല്ല, പകരം തൊഴിലിനകത്തുള്ള ടാസ്കുകൾ പരിവർത്തനം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് പഠനങ്ങളും അതിനെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം. അതിൽ തന്നെ ഓരോ തൊഴിൽ മേഖലയിലും അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആണ്. ഉദാഹരണത്തിന് ലോജിസ്റ്റിക്സ് എന്ന തൊഴിൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തൊഴിൽ മേഖലയിലൊന്ന് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനാണ്. കാരണം അവിടെ പൂർണ്ണമായി അതിനെ ടാസ്കിനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം അധ്യാപനം എന്ന തൊഴിൽ മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ അധ്യാപകർ ഇല്ലാണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊന്നും അധ്യാപകർക്ക് ഇല്ലാണ്ടാകുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം സംഭവിക്കുന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പകരം അധ്യാപനം നടത്തിയിരുന്ന രീതിയിലുണ്ടാകുന്ന വളരെ സൂക്ഷ്മമായ അതിൻ്റെ ഒരേ തരത്തിൽ അതിൻ്റെ ഐഡിയോളജിയിൽ ഉൾപ്പെടെയുള്ള തിരുത്തലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. AI തൊഴിലിനെ ബാധിക്കുന്നുണ്ട്. ആ ബാധിക്കുന്നത് തൊഴിൽ ഇല്ലാതാക്കിക്കൊണ്ടല്ല, പകരം തൊഴിലിൻ്റെ ഘടനയെയും തൊഴിലിൻ്റെ ലക്ഷ്യത്തെയും തൊഴിൽ എന്ന ആശയം സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന എക്കോസിസ്റ്റത്തിനെയും ഒരേ സമയം മാറ്റിക്കൊണ്ടാണ് AI-യുടെ ഒരു പ്രവർത്തനം സമൂഹത്തിൽ നടക്കുന്നത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാം. ദീപക്, താങ്കൾ പറഞ്ഞു മൂലധനം, AI ഏറ്റവും കൂടുതൽ മൂലധനം വളരെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു പരിപാടി കൂടെയാണ്. ഇപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് നമ്മളൊരു ചെറിയ പ്രദേശമാണ്, അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജ് AIയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ലോവർ റിസോഴ്സ് ലാംഗ്വേജും ആണ്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ AI നമ്മൾ എന്തൊക്കെ ആ ഒരു AI നടത്തുന്ന അട്ടിമറിക്ക് നമ്മൾ തയ്യാറാണോ, അതുപോലെ തന്നെ നമ്മുടെ തൊഴിൽ മേഖല തയ്യാറാണോ? താങ്കളുടെ അഭിപ്രായം എന്താ? സാങ്കേതിക മേഖലയിൽ മറ്റൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ഡിസ്റപ്ഷൻ എന്നുള്ള. ആ വാക്ക് തന്നെയാണ് ഇപ്പോൾ ആ വാക്കിലേക്കുള്ള സൂചനയാണ് ഇപ്പോൾ ഫാത്തിമയുടെ ചോദ്യത്തിലുള്ളത്. ഡിസ്റപ്ഷൻ എന്നുള്ളത് സാങ്കേതിക ടെക്നോളജി സെക്ടറിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വാക്കായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം അത്തരം ഡിസ്റപ്ഷന് നമ്മൾ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ഡിസ്റപ്ഷന് നമ്മൾ തയ്യാറാവാൻ സാധിക്കുമോ എന്നുള്ളത് പോലും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലാൻഡ് ആക്ടിവിറ്റി അല്ല. ഇതൊരു പ്രോഫിറ്റ് കേന്ദ്രീകൃതമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആക്ടേഴ്സ് പല കാര്യങ്ങൾ ചെയ്യുന്നു, ചിലത് വിജയിക്കുന്നു, ആ വിജയിക്കുന്ന പാതയിലേക്ക് മറ്റുള്ളവരും പോകുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ആ ആക്ടിവിറ്റിക്ക് നമ്മളെ എങ്ങനെയെങ്കിലും തയ്യാറെടുത്തിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം തന്നെ എനിക്ക് തോന്നുന്നു അതിനുള്ള ഉത്തരം എപ്പോഴെങ്കിലും ശരിക്കും ഒരു യെസ് ആയിരിക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ലോ റിസോഴ്സ് ലാംഗ്വേജ് ജിയോ പൊളിറ്റിക്സിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനെ AI-യിലുള്ള ഡേറ്റ മുഴുവൻ പാശ്ചാത്യ ലോകത്തിൻ്റെ ഡേറ്റയാണ്. ആ ഡേറ്റയിലൂടെ കാര്യമായ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരർത്ഥത്തിൽ ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള മൂലധനത്തിൻ്റെ പ്രവർത്തനവും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബിലും മറ്റുമൊക്കെ ധാരാളം ഈ കണ്ടൻറ് ഉണ്ടാക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ വ്യൂസിൽ ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വ്യൂസിന് ഒരു പ്രത്യേക ഹയർ പേ ഔട്ട് കിട്ടും, ഇവിടെ നിന്നുള്ള വ്യൂസിന് ലോവർ പേ ഔട്ട് കിട്ടും. ഇതുപോലെ എല്ലാ മേഖലയിലും ഇത്തരം ഒരു ഇതുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം മൂലധനത്തിൻ്റെ പ്രവർത്തനം കൂടുതലുള്ള മേഖലകളിൽ അത്തരം മേഖലകൾക്ക് ക്യാറ്റർ ചെയ്യാൻ പറ്റുമെങ്കിൽ
അത് മെച്ചം എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും യൂട്യൂബിലും മറ്റുമൊക്കെ നിരവധിയായിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് കാറ്റർ ചെയ്യുന്ന വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അങ്ങനെ ഒരു ഇമ്പീരിയലിസം അവിടെ ഉണ്ട്, ഒരു കൾച്ചറൽ സ്ഫിയറിലും മറ്റുമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൃത്യമായൊരു പൊളിറ്റിക്കൽ എക്കോണമി ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അവിടേക്ക് കാറ്റർ ചെയ്യുന്നത് കൂടുതൽ മെച്ചമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മലയാളത്തിൻ്റെ ഈ ലോ റിസോഴ്സ് ലാംഗ്വേജ് എന്നുള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മലയാളം നമ്മളെപ്പോഴും ലോ റിസോഴ്സ് ലാംഗ്വേജ് എന്നൊക്കെ പറയും. പക്ഷേ 4 കോടിയിൽ പരം ആളുകളുണ്ട് മലയാളം സംസാരിക്കുന്നതും മറ്റുമൊക്കെ. ഇതിലും എത്രയോ കുറവ് സംസാരിക്കുന്ന വ്യക്തികളുള്ള മറ്റ് യൂറോപ്യൻ ഭാഷകളുണ്ട്. ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് നമ്പർ ഓർമ്മയില്ല. ഞാൻ ഒരിക്കൽ നോക്കിയിരുന്നു. ഹംഗേറിയൻ പോലുള്ള ഭാഷകളും മറ്റൊക്കെ ഈ മലയാളത്തിനേക്കാളും കുറവാണ് സംസാരിക്കുന്നത്. പക്ഷേ അതേസമയം അവിടേക്ക് ഈ ഇത്തരം സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കുന്നവർക്ക് കൂടുതൽ ശ്രദ്ധയുണ്ട്. ആ ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ കാശുണ്ടാക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം അവിടെ കൂടുതൽ ശ്രദ്ധ വരുന്നത്. അപ്പോൾ അൽഗോരിതങ്ങളും മറ്റുമൊക്കെ ആ ഭാഷകളുടെ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞുകൂടാ, പക്ഷെ എന്നാലും ആ ഭാഷകളുടെ ന്യൂവാൻസസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലും മറ്റുമൊക്കെ അവിടെ കൂടുതൽ ചെയ്യുകയും ഇവിടെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് പിറകിൽ കൃത്യമായൊരു പൊളിറ്റിക്കൽ എക്കോണമി അവിടെയുണ്ട്. അത് ഈ മൂലധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എക്കോണമി തന്നെയാണ്. ഇപ്പം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നെറ്റ്ഫ്ലിക്സിന് ഇവിടെ നമ്മൾ ഒരു 200 രൂപ മാസം കൊടുക്കുമെന്ന് കരുതുക. പക്ഷേ അതേസമയം ഇതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ലഭ്യമാവുന്നത്. അവിടെ ചിലപ്പോൾ $8-10 ആയിരിക്കും. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൻ്റെ അൽഗോരിതത്തിലൊരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോഡിഫിക്കേഷൻ ചെയ്യുന്നത് ഏത് ഉപഭോക്താക്കളുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. സ്വാഭാവികമായിട്ടും പാശ്ചാത്യ ലോകത്തിൻ്റെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ $10 പെർ മാസം കിട്ടും, ഇവിടുന്ന് $2 കിട്ടാനുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ അൽഗോരിതങ്ങൾ ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ല, നിരന്തരം റവല്യൂഷനൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഏത് ദിശയിലേക്കാണ് എന്നുള്ളത് കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്കൽ എക്കോണമിയുടെ ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കേവലമായ അർത്ഥത്തിൽ മലയാളത്തിൽ റിസോഴ്സസ് ഇല്ല എന്നുള്ള അർത്ഥത്തിലും മറ്റുമൊക്കെ മലയാളത്തിലെ വിക്കിപീഡിയയൊക്കെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏതാണ്ടും വളരെ വളരെ സാന്ദ്രമായിട്ടുള്ളൊരു വിക്കിപീഡിയയാണ്. അത് കേരളത്തിലുണ്ടായിരുന്ന ഒരു വിക്കിപീഡിയ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. അപ്പോൾ എത്രത്തോളം ലോ റിസോഴ്സ് ആണെന്നുള്ള ഒരു കാര്യം, പക്ഷേ ലോ റിസോഴ്സിനുള്ളതിനൊപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ എക്കോണമിയുടെ ഇഷ്യൂ നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ആ ഭാഷ സംസാരിക്കുന്നവരുടെ അഭിവൃദ്ധിക്ക് എന്നുള്ള നിലയ്ക്കല്ല ഈ സാങ്കേതികവിദ്യ വികസിക്കുന്നത്. ആ ഭാഷ സംസാരിക്കുന്നവരിൽ നിന്ന് എത്രത്തോളം ലാഭം ഉണ്ടാക്കാം എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നതിൻ്റെയും കൂടെ വിഷയമാണ് ഈ ഗ്ലോബൽ സൗത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഡിഫറൻഷ്യേറ്റഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ തൊഴിൽ മേഖലയിൽ, കേരളത്തിലെ തൊഴിൽ മേഖലയെ ഇതെങ്ങനെ ബാധിക്കുന്നതാണ് താങ്കൾക്ക് തോന്നുന്നു? AI നിബിഡമായിട്ടുള്ള തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഈ ക്യാപിറ്റലിൻ്റെ യുക്തിയെ അതിസാന്ദ്രമാക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, ഈ ടെക്നോ ഫ്യൂഡലിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിഗ്രഷൻ ആണെന്നുള്ള. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് ഫ്യൂഡലിസ്റ്റിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റിലേക്ക്, അതിനുശേഷം അതിൻ്റെ വൈരുദ്ധ്യങ്ങൾ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സോഷ്യലിസ്റ്റിലേക്ക് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് നേരെ തിരിച്ചാണെന്നുള്ളത്. പക്ഷേ അത് അങ്ങനെ തിരിച്ചാണെന്ന് പറയുമ്പോഴത്തേക്കും ആ വാടക എന്നുള്ള ഇനത്തിലൂടെ അവയ്ക്ക് അർഹതപ്പെട്ട ഒരു പങ്കാണ് പറ്റുന്നത് എന്നുള്ളൊരു ധ്വനി വരുന്നുണ്ട്. അത് കൃത്യമായ ക്യാപിറ്റലിസം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സോഷ്യൽ മീഡിയയുടെയും മറ്റുമൊക്കെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സ് ഈ പരസ്യങ്ങളാണ്. ഈ പരസ്യങ്ങൾ കാണുന്നതിലൂടെ നമ്മൾ വിപണിയിൽ ചെന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതല്ല. പരസ്യം ചെയ്യപ്പെടുന്ന ചരക്കുകൾ കൂടുതൽ വേഗത്തിൽ വിപണിയിലൂടെ സഞ്ചരിക്കുന്നതിലൂടെ ആ ചരക്കുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടാക്കുന്ന മിച്ചമൂല്യം, സർപ്ലസ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. കമ്മോഡിറ്റി പ്രൊഡക്ഷനിലുള്ള സർപ്ലസ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് സർക്കുലേഷൻ എന്ന് പറയുന്ന സ്ഫിയറിലേക്ക് ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഈ സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിൽക്കുന്നു, എന്നിട്ട് ക്ലൗഡ് എന്നൊക്കെയാണല്ലോ വാക്കുകൾ. ഇപ്പോൾ ട്രഡീഷണൽ ക്യാപിറ്റലിസം ഭൗതിക ലോകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ ഇവ തമ്മിൽ ഈ അഡ്വർടൈസ്മെൻറ്റിലൂടെ വലിയൊരു ബന്ധമുണ്ട്. ട്രഡീഷണൽ ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു ആംപ്ലിഫിക്കേഷനായിട്ട് തന്നെ ഇതിനെ കാണണം. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള തൊഴിൽ മേഖലയിലും സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്ന് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് രംഗത്തും മറ്റുമൊക്കെ വർക്ക് ചെയ്യുന്നവരടുത്ത് ഞാൻ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എത്ര AI ഉപയോഗിക്കുന്നു, എത്ര ടോക്കൺസ് AI ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരെ പ്രൊഫൈൽ ചെയ്യുന്നത്. അത്ര ഒരു പ്രോഗ്രാമേഴ്സിൻ്റെ ഒരു ടീമിൽ നിങ്ങൾ ഇത്ര AI ഉപയോഗിച്ചു, നിങ്ങൾ നല്ല പ്രോഗ്രാമറാണ് എന്നുള്ള അർത്ഥത്തില്ല. നേരെ തിരിച്ചാണ് ശരിക്കും സംഭവിക്കേണ്ടത്. നിങ്ങൾ AI ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായ ആ ആവശ്യാനുസരണം പ്രോഗ്രാം ചെയ്തു എന്നുള്ളതാണ്. തൊഴിലാളികളെ ഭീതിയിൽ നിലനിർത്താനും, എന്ന് വെച്ചാൽ AI മൂലം നിങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും എന്നുള്ള ധാരണ കൊണ്ടുവരാനും അതിലൂടെ വേതനം വർദ്ധിപ്പിക്കാതിരിക്കാനും അല്ലെങ്കിൽ കുറേ പേരെ പുറന്തള്ളാനും മറ്റുമൊക്കെ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തൊഴിൽ മേഖലയിലെ ക്യാപിറ്റലിസ്റ്റിൻ്റെ ആംപ്ലിഫിക്കേഷനാണ് ഇന്ന് AI നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിപരമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ബ്രോഡ്ലി സ്പീക്കിംഗ്. അതല്ലാതെയുള്ള ഫ്രിഞ്ചസിലും മറ്റുമൊക്കെ AI വേറെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും.
പക്ഷേ ബ്രോഡ്ലി സ്പീക്കിംഗ് ഇതാണ് സംഭവിക്കുന്നതൊക്കെ. താങ്കളുടെ ചുറ്റും എന്താണ് AI കൊണ്ട് കേരളത്തിലെ തൊഴിൽ മേഖലയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണുന്നത്? ഇത് IT മേഖലയിൽ മാത്രമാണോ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നത്? അതുപോലെ തന്നെ ഭാവിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാകാം കേരളത്തിലെ തൊഴിൽ മേഖലയിൽ? അപ്പോൾ കേരളത്തിലെ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് കേരളത്തിന് പുറത്തോട്ടും വ്യാപിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ അതിനെയൊക്കെ നേരിടാൻ നമ്മൾ എത്രത്തോളം സജ്ജരാണ് ഈ മാറ്റങ്ങളെ? ഞാൻ ഒരു IT കാരനാണ്. എൻ്റെ മേഖലയിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഗ്ലോബലി തന്നെയും കാണാൻ കഴിയുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ദീപകൊക്കെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റവും ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു മേഖല IT തന്നെയാണ്. ITക്കകത്ത് കൺവെൻഷനൽ ആയിരുന്ന പല ജോലികളും, ഇപ്പോൾ ഡെവലപ്പർ എന്നുള്ള ജോലിയുണ്ട്, ടെസ്റ്റർ എന്നുള്ള ജോലിയുണ്ട്, DBA എന്നുള്ള ജോലിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പല ജോലികളും നല്ല ത്രെട്ടിലാണ്. കാരണം അതൊരു പൂർണ്ണമായ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പറയാനും പറ്റില്ല. അതൊരു കൈൻഡ് ഓഫ് എ ട്രാൻസ്ഫോർമേഷനാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഒരാൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒട്ടനവധി ടൂളുകളുണ്ട്. ഇപ്പോൾ ഗിറ്റ് കോ പൈലറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ടൂളുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, മുൻപ് നമ്മളൊരു 10 ദിവസം എടുത്ത് 10 പേര് ചെയ്തിരുന്നൊരു ജോലി ഇന്ന് ചെയ്യാനായിട്ട് ഒരാൾക്ക് 1 ദിവസമോ 2 ദിവസമോ മതിയാവും. അപ്പോൾ അത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ജോലി അവിടെ നിലനിൽക്കുമ്പോഴും ജോലിയിലെ ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പത്രങ്ങളിലൊക്കെ വളരെ കൃത്യമായി കാണാൻ പറ്റുന്നൊരു കാര്യം, ആമസോൺ ഇത്ര പേരെ പിരിച്ചുവിട്ടു, ഓറക്കിൾ ഇത്ര പേരെ പിരിച്ചുവിട്ടു, ഫേസ്ബുക്ക് ഇത്ര പേരെ പിരിച്ചുവിടുന്നു. ഗൂഗിളിൻ്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് ഒരു 2-3 വർഷം മുമ്പ് അവരുടെ ഒരു റിപ്പോർട്ടിൽ കണ്ടത്, അവരുടെ കോഡിൻ്റെ 20% താഴെയോ മറ്റോ ആണ് AI കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് അറൗണ്ട് 50 അടുപ്പിച്ചോ എത്തി ഉള്ളൊരു കണക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല, പക്ഷേ എന്നാലും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അത് വളർന്നിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതൊക്കെ ആ കമ്പനികൾ നഷ്ടത്തിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആ കമ്പനികളൊക്കെ നല്ല ലാഭത്തിലാണ്. ആ കമ്പനികൾ പൈസ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് തൊഴിലെന്ന മേഖലയ്ക്കകത്താണ്. തൊഴിലിൽ മുൻപുണ്ടായിരുന്ന അത്രയും ആൾക്കാർക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കാണ് ഇത് പ്രശ്നം. പുതുതായിട്ട് ആളിനെ എടുത്തില്ലെങ്കിലും, ഞാനൊരു ടെക്നോളജി പഠിച്ചിറങ്ങി BTech അല്ലെങ്കിൽ MCA പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം. അറ്റ്ലീസ്റ്റ് അത് ശ്രമിക്കാനുള്ളൊരു സാവകാശമുണ്ട്. പക്ഷേ 10 കൊല്ലം 15 കൊല്ലമൊക്കെ ഈ പരിപാടിയിലൊക്കെ ചെയ്ത് അത്യാവശ്യം കുടുംബമൊക്കെ സെറ്റിൽ ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിലൊരു നോട്ടീസ് കിട്ടുകയാണ്, നിങ്ങൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ മേഖല വേറൊന്നിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇപ്പോഴുള്ള തൊഴിൽ മേഖലയിൽ സ്പെസിഫിക്കലി IT ടെക്നോളജി പൊതുവായിട്ടുള്ള മേഖലയിൽ ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള AI സംവിധാനങ്ങളുടെ കടന്നുവരവ്, അതുപോലെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത. അത് AI മാത്രമല്ല, AI അല്ലാതെയുള്ള ഓട്ടോമേഷനും ഇവിടെ വാലിഡാണ്. അത് കാരണമുണ്ടാകുന്ന തൊഴിൽ നഷ്ടവും, രണ്ടാമത്തത് പുതിയ ടൈപ്പ് ഓഫ് തൊഴിലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊഴിലിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പ്രഡിക്ഷൻസ് എല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, കൊള്ളാലോ, അടുത്ത 10 കൊല്ലത്തിൽ ഇത്ര തൊഴിലുകൾ കൂടുതലായി സൃഷ്ടിക്കപ്പെടുമെന്നാണ് അതിൽ പറയപ്പെടുന്നത്. അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 100 തൊഴിലുകളിൽ 40 എണ്ണം നഷ്ടപ്പെടുകയും 45 എണ്ണം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ 45 എണ്ണം പുതുതായി ഉണ്ടാവുന്നത് പുതിയ തൊഴിലുകളാണ്. ആ പുതിയ തൊഴിലുകൾക്ക് പുതിയ ശേഷികൾ ആവശ്യമാണ്. ആ പുതിയ ശേഷികൾ പഴയ തൊഴിലുകൾ ചെയ്തിരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 40 പേര് പുറത്താവുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 40 തൊഴിലുകൾ ഇല്ലാണ്ടാവുന്നുണ്ടല്ലോ, ഇവർക്ക് അതിനകത്ത് കൃത്യമായി റീഹാബിലിറ്റേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു. അവർക്ക് വേറൊരു തൊഴിൽ മേഖലയിലേക്ക് അവർ എത്തപ്പെടണം, അല്ലെങ്കിൽ ഇവരെ സമൂഹം ഏറ്റെടുക്കേണ്ടി വരും. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ വേഗത കൂടുതലാണ്. ഇതിൽ വേറൊരു വലിയ കാര്യം, തൊഴിൽ മേഖല എന്ന് പറയുന്നത് ടെക്നോളജി മാത്രം കൊണ്ട് ഡ്രൈവ് ചെയ്യപ്പെടുന്നൊരു കാര്യമല്ല. മറ്റൊരുപാട് ഫാക്ടേഴ്സ് അതുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ജിയോ പൊളിറ്റിക്സ് അതിനകത്ത് വരുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റം ഉൾപ്പെടെയുള്ള പ്രതിഭാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പാൻഡമിക്കുകൾ, ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു, തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ഡിസ്റപ്ഷൻ അതിഭീകരമായിരുന്നു. കുറേ തൊഴിലുകൾ ഇല്ലാണ്ടാക്കപ്പെട്ടു. IT മേഖലയ്ക്കൊക്കെ ചാകരയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഡിജിറ്റൈസേഷൻ എന്നുള്ള ഒരു മേഖലയിൽ ഒരുപാട് പുതിയ സാധ്യതകൾ ഉണ്ടായി വന്നു. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് അടങ്ങുന്ന ഒരു വലിയ മാറ്റത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു പിവറ്റ് റോൾ എടുക്കുകയും അത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പൊതുവെയുള്ള സമൂഹത്തിൻ്റെ ഇപ്പോൾ നിലനിൽക്കുന്ന സോഷ്യൽ സ്ട്രക്ചർ തിരുത്തപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. IT മാത്രമാണോ ഇത് ബാധിക്കുന്നത്? ഒരിക്കലുമല്ല. IT നമുക്ക് പ്രകടമായി കാണുന്നു എന്ന് മാത്രം.
നമ്മുടെ ചുറ്റുമുള്ള എല്ലാ തൊഴിൽ മേഖലയും, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തൊഴിൽ മേഖലകളിൽ ചിലത് ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സർവീസസ് ആണ്. ഉദാഹരണം ക്ലറിക്കൽ ജോലികൾ. ക്ലറിക്കൽ ജോലികൾക്കകത്ത് വളരെ എളുപ്പത്തിൽ ഒരു മനുഷ്യനെ മാറ്റി ഒരു യന്ത്രത്തിനെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ലീഗൽ സർവീസസ് അല്ലെങ്കിൽ BPOs അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ്, ഇങ്ങനെയൊക്കെയുള്ള തൊഴിലുകളൊക്കെ എഫക്റ്റഡ് ആവുന്നുണ്ട്. ഇതല്ലാതെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടർ എടുക്കാം. അൺഓർഗനൈസ്ഡ് സെക്ടറിനകത്ത് ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അതിലും ഭീകരമാണ്. കാരണം അവിടെ അവർക്ക് ഒന്ന് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് തന്നെ സംഘടിതമായൊരു തൊഴിൽ ശേഷിയോ അല്ലെങ്കിൽ അവർക്കൊരു സോഷ്യൽ പ്രൊട്ടക്ഷനോ ഇല്ല. രണ്ട്, ഇതിനകത്ത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് വളരെ സൂക്ഷ്മമായിട്ടാണ് കടന്നു വരുന്നത്. ആ സൂക്ഷ്മമായി കടന്നു വരുന്ന തിരുത്തലുകളെ ഇവർക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് അവരെ മാറ്റാനോ പറ്റില്ല. ഇതിലും പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയൻസ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇമ്പാക്റ്റ് മാറും. ഉദാഹരണം കേരളം എടുത്തു നോക്കുകയാണെങ്കിലും ഇന്ത്യ എടുത്തു നോക്കിയാൽ, ഇന്ത്യ എന്ന് വെച്ചാൽ കേരളം ഒഴികെയുള്ള ഇന്ത്യ എടുത്തു നോക്കിയാലും 2 തരത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, വലിയ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും വളരെ സാധാരണ എന്ന് വിചാരിക്കപ്പെടുന്ന തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇവർക്ക് ഒരു മിനിമം സോഷ്യൽ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീടുകൾ കാണുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾ ഒരു IAS കാരനാണ്, അടുത്ത വീട്ടിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, മൂന്നാമത്തെ വീട്ടിൽ ഒരു കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഈ 3 വീടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒന്ന് മുംബൈയിലെ സ്ലമ്മുകൾ നോക്കൂ. മുംബൈയിൽ ഒരു തൊട്ടടുത്ത ഒരു സ്ലമ്മിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. അവിടെ ആ അന്തരം വളരെ പ്രകടമാണ്. ഈ അന്തരത്തിൽ ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ AI പോലുള്ള സംവിധാനങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കും. തൊഴിൽ ഇല്ലാണ്ടാവുന്നത് അല്ലെങ്കിൽ ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹികമായിട്ട് പെട്ടെന്ന് റിഫ്ലക്റ്റ് ചെയ്യും. കേരളത്തിൽ കുറച്ചുകൂടി അപകടകരമായൊരു സാഹചര്യമാണ്. ഇവിടെ നമ്മൾ പുറമേക്ക് കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു. പക്ഷേ ഇതിൽ ഒരു വിഭാഗം ആൾക്കാർ AI കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു, മറ്റൊരു വിഭാഗം ആൾക്കാർ AI കാരണം ഡിസ്പ്ലേസ്ഡ് ആകുന്നു. ഈ ഡിസ്പ്ലേസ്ഡ് ആകുന്ന ആൾക്കാർ പുറമേക്ക് നോക്കുമ്പോൾ ഇവർ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരാണ്. നമ്മൾ ഈ കടക്കണി എന്നൊക്കെ പറയുമല്ലോ, ഇൻറ്റേർണലി കടക്കണികൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമാണ് AI മാത്രമല്ല, AI ഉൾപ്പെടെയുള്ള മറ്റ് പല സാഹചര്യങ്ങളും ഇന്നിപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും സമീപിക്കേണ്ടതും ഡിഫറൻ്റ് ആയിട്ടാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇപ്പോൾ ഒരു 45 പുതിയ ജോലി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ പുതിയ ജോലിക്ക് വേണ്ടി ട്രെയിനിങ്ങും വേണ്ടേ? ഇപ്പോൾ പുതിയ തലമുറ എല്ലാ സ്ഥലത്തും അവർക്ക് AI അവരുടെ ഭാവി എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റി അവർക്കൊരു ആശങ്കയുണ്ട്. ഒരുപാട് എൻട്രി ലെവൽ ജോബുകൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എസ്പെഷ്യലി എത്രത്തോളം തയ്യാറാണ് ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾക്കും ആ ഒരു പുതിയ 45 ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ആക്കുന്നതിന് നമ്മൾ എത്രത്തോളം തയ്യാറാണ് ഇപ്പോൾ? ഈ പുതിയ ആവശ്യങ്ങൾ, പുതിയ തൊഴിലുകൾ, പുതിയ നൈപുണികൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഉറപ്പായിട്ടും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെയും അത് വിദ്യാഭ്യാസ മേഖലയുടെ മാത്രം പണിയല്ല. നമ്മളെപ്പോഴും വിദ്യാഭ്യാസ മേഖല അതിനുവേണ്ടി തയ്യാറാക്കപ്പെടണം, അവരാണ് അതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദികൾ എന്ന് പറയുമ്പോൾ ആത്യന്തികമായ ഉത്തരവാദിത്വം സമൂഹത്തിനാണ്. സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ്, AI നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും തൊഴിലുമായി ബന്ധപ്പെട്ട സാമൂഹിക ഘടകങ്ങൾക്കകത്തും എങ്ങനെയാണ് ഇത്തരം ഇമ്പാക്റ്റുകൾ ഉണ്ടാവുന്നത് എന്നുള്ളത് വച്ച് ഒരു പഠനം നടത്തി ഒരു നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിൽ നമുക്കൊരു നയം വേണം. ഇതുപോലെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെയുള്ള ഇമ്പാക്റ്റിനെ വരുന്ന 10 കൊല്ലത്തേക്ക് നമ്മൾ എങ്ങനെ സമീപിക്കും? ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു നയസമീപനമോ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഇല്ല, അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. വളരെ ഗംഭീരമായ സമൂഹമാണ്, ഒരുപാട് ചിന്തിക്കുന്നവരാണെന്ന് പറയുന്ന നമ്മൾക്ക് പോലും അത് സാധിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ റിസ്ക് റിപ്പോർട്ടിൻ്റെ അകത്ത് ഗ്ലോബലി തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്കുകളിലൊന്ന് ടെക്നോളജി ഉണ്ടാക്കുന്ന അസമത്വങ്ങളാണ്. അതിൽ ഇന്ത്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണെന്ന് വളരെ കൃത്യമായിട്ട് നീതി ആയോഗിൻ്റെ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. രണ്ടാമത്തത് വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്. വിദ്യാഭ്യാസം ഉറപ്പായിട്ടും ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ഘടന മുഴുവൻ ഒരാളിനെ ഇത്തരം ജോലികളിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് എപ്പോഴും ആലോചിക്കുന്നത്. അതും ചില പ്രിഫേർഡ് ജോലികൾ, ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊക്കെ ഇങ്ങനെയുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ പ്രിപ്പയർ ചെയ്യിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അതുമായിട്ട് കൂട്ടി വായിക്കണം. മത്സര പരീക്ഷകളിലൂടെ വ്യക്തികളെ ചില പ്രിഫേർഡ് ആയിട്ടുള്ള മേഖലകളിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമൂഹിക ഘടന,
ഒരു മാസീവായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മറന്നു പോകുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നമ്മുടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളും ഇത്തരം സാങ്കേതികതകളും ഉപയോഗിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നിരിക്കെ അതിനെ എത്രത്തോളം നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറ്റിയിരിക്കുന്നു. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നിലനിൽക്കുന്ന തൊഴിലിനകത്തുള്ള ഈ റീസ്കില്ലിംഗ്, അപ്സ്കില്ലിംഗ് പോലുള്ള ആവശ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്തരം സമൂഹത്തിനും എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ബിടെക്കോ അല്ലെങ്കിൽ MCAയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്തു നോക്കുകയാണ്. ഈ പ്രൊഫഷണൽ കോഴ്സുകൾ ടെക്നോളജി മാത്രമല്ല, ഈവൻ MBBS പോലുള്ള കോഴ്സുകൾ പോലും എടുത്തു കഴിഞ്ഞാൽ അത്തരം കോഴ്സുകൾക്കകത്ത് വരാൻ പോകുന്ന 10 അല്ലെങ്കിൽ 20 കൊല്ലം ഒരു വ്യക്തിയുടെ തൊഴിൽ ദൈർഘ്യം അല്ലെങ്കിൽ തൊഴിൽ ജീവിത ദൈർഘ്യമുണ്ടല്ലോ, അത് 20-30 കൊല്ലമായിരിക്കാം. ആ 20-30 കൊല്ലത്തേക്ക് ആ വ്യക്തിയെ വളരാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ശക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കേരളം അതിൽ വ്യത്യസ്തമൊന്നുമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളെയോ മറ്റുള്ള രാജ്യങ്ങളെയോ ഒക്കെ പോലെ കേരളവും അവിടെ സ്റ്റംബിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില വെള്ളിവെളിച്ചങ്ങൾ അവിടെ ഇവിടെ ഇല്ലാതെ ഇരിക്കുന്നുമില്ല. ഉദാഹരണത്തിന് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഞാൻ വളരെ അടുത്ത കാലത്ത് ബിജുവിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിട്ടൊരു സംഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ അതിനെ കാണുന്നത് കുറച്ചുകൂടി ഒരു സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, ടെക്നോളജിയെ കൂടുതൽ പ്രായോഗികമായ തലത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതിയിൽ, അഡാപ്റ്റബിലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയുടെ ഒരു സാധ്യതയെ കൂടി പഠനത്തിലും പഠനത്തിൻ്റെ സാധ്യതയെ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കാനുള്ള ഒരു പാലമായി വർത്തിക്കുന്നതിലൂടെ അങ്ങനെ പല ഫോമാറ്റിൽ പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇത് പക്ഷേ അവിടെ ഒരു പ്രശ്നം, ഒരു യൂണിവേഴ്സിറ്റിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ചെയ്യേണ്ട കാര്യമല്ല. ഇതൊരു സൊസൈറ്റിയുടെ മുഴുവൻ ഒരു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിലൊന്നായി മാറേണ്ട ഒരു ആവശ്യമുണ്ട്. അത് സംഭവിക്കേണ്ട ഒരു കാലഘട്ടമാണിപ്പോൾ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ഒരുപാട് പിറകിലാണ്. നമ്മൾ വലിയ റിസ്കുകളുടെ തൊട്ടു മുന്നിൽ നിന്ന് വളരെ സാവകാശം ഇരിക്കുന്നൊരു അവസ്ഥയാണ്. നമ്മൾ ഈ കാലാവസ്ഥാ മാറ്റത്തിലേക്ക് പറയുന്ന പോലെയാണ്. നമ്മുടെ മുന്നിൽ ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഉണ്ട്. നമ്മൾ വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ്. വെള്ളം വരാം, പ്രളയമുണ്ടാകാം, ചിലപ്പോൾ പണി കിട്ടാം. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ വീട്ടിൽ വെള്ളം കയറില്ല എന്നാണ് വിചാരിക്കണേ. അതങ്ങനെ സംഭവിക്കണമെന്നില്ല.